നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീത ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. പെരിങ്ങോട്ടുകരയിലാണ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഓഫീസ് മെയ് മാസം 4-ാം തീയതി നടക്കാൻ പോകുന്ന വോട്ടെണ്ണൽ കഴിയുമ്പോൾ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഗീതാഗോപിക്ക് ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈ ഓഫീസിന് കഴിയണം. നിങ്ങളെല്ലാവരുടെയും ഭാഗത്തോടുകൂടി ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വർഗീസേട്ടനാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. പക്ഷേ ഇന്ന് ചാലക്കുടിയുടെ ചുമതലയുള്ള സ്ഥലമാണ് വർഗീസേട്ടൻ. അപ്പോൾ വളരെ അടിയന്തരമായി അവർക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ളത് പെട്ടെന്നാണ് നമുക്ക് പരിപാടിയിൽ മാറ്റം വരുത്തി വർഗീസേട്ടന് വരാൻ പറ്റാത്തത് എന്നെ ബലപ്പെടുത്തി. നമ്മുടെ തെരഞ്ഞെടുപ്പിന് ഇന്നത്തെ ദിവസമാണെങ്കിൽ 22 ദിവസമാണ് നമ്മൾ നോക്കുന്നത്. അതിനിടയിൽ ഈസ്റ്ററും ദുഃഖവെള്ളിയാഴ്ചയും അതുപോലെ റംസാനും ആറാട്ടുപൂരവും തിരുവനന്തപുരം അടക്കമുള്ള നിരവധി ഒഴിവു ദിവസങ്ങൾ കഴിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു 16-17 ദിവസം മാത്രമാണ് മാക്സിമം നമുക്കുണ്ടാവുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തേണ്ട സന്ദർഭമാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ഗീത ഗോപി ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. 10 കൊല്ലക്കാലം നമ്മുടെ നാട്ടിക നിയോജക മണ്ഡലത്തിന് MLA പ്രവർത്തിച്ച ആളാണ്. നാട്ടിക നിയോജക മണ്ഡലം ഉണ്ടായ അന്ന് മുതൽ 10 കൊല്ലക്കാലം MLA പ്രവർത്തിച്ച ആളാണ് ഗീത ഗോപി. ആ 10 കൊല്ലക്കാലം കൊണ്ട് ഈ നാട്ടിക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും മറക്കാൻ പറ്റാത്ത നിരവധി വികസന പരിപാടികൾ അദ്ദേഹം ഗീത ഗോപി നടപ്പാക്കി. CPM ചെയർപേഴ്സൺ ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. LDF നാട്ടിക നിയോജക മണ്ഡലം കൺവീനർ KM ജയദേവൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ, NCP ജില്ലാ പ്രസിഡന്റ് CL ജോയ്, ഷീന പറയങ്ങാട്ടിൽ, ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു.